അപ്പോഴേ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ ഈ സോസേജ് കാണാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതെന്താന്ന്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു കറി വയ്ക്കാം. ഇത് ഫ്രീസറിൽ വെച്ചതാണ്. നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. നന്നായിട്ട് കഴുകി സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സ്ലൈസായി കട്ട് ചെയ്തെടുത്ത് അത് ഒരു പാൻ വെച്ച് നമ്മളത് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ ചെറുതായിട്ട് വറുത്ത് കോരിയെടുക്കണം. അത് ഒന്ന് വറുത്തെടുത്ത് ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വലിയുള്ളി അതുപോലെ പച്ചമുളക് അത് നന്നായിട്ട് വഴറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ കുറച്ച് നമ്മുടെ മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച ആ സോസേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മസാല നന്നായിട്ട് ആഡ് ചെയ്ത് പിടിച്ച് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത്, സോസേജിൽ കുറച്ച് ഉപ്പുള്ളതാണ് കേട്ടോ, അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ മസാല ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അടച്ചൊരു 10 മിനിറ്റ് വയ്ക്കുമ്പോഴേക്ക് അത് വെള്ളമൊക്കെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ അതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് പത്രമല്ലോ കേട്ടോ.